നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എയർ ഇന്ത്യ വിമാനം തടഞ്ഞുവെച്ചു. ബാങ്കോക്കിലേക്ക് പോകാനിരുന്ന എയർ ഇന്ത്യ വിമാനമാണ് 5 മണിക്കൂറിലധികം മുംബൈ വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ചത്. കാരണം എന്താണെന്ന് നോക്കാം. വിമാനത്തിന്റെ ഒരു ചിറകിൽ വൈക്കോൽ കുടുങ്ങിയതായി കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നായിരുന്നു ബാങ്കോക്കിലേക്ക് പോകാനിരുന്ന എയർ ഇന്ത്യ വിമാനം 5 മണിക്കൂറിലധികം മുംബൈ വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ചത്. ഇത് ഉടൻ തന്നെ പരിഹരിച്ചു. പിന്നീട് വിമാനം പ്രവർത്തനക്ഷമമാക്കാൻ അനുമതി നൽകി. യാത്ര തുടർന്നു എന്നാണ് എയർ ഇന്ത്യ പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത്. ടാറ്റ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലുള്ള എയർലൈൻ വിമാനം ബുധനാഴ്ച രാവിലെ 7:45 മുംബൈയിൽ നിന്ന് പുറപ്പെടേണ്ടതായിരുന്നു. പക്ഷേ 5 മണിക്കൂറിലധികം വൈകി ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് വിമാനത്തിന് പറക്കാനായത്. അതിനിടയിൽ യാത്രക്കാരെ ഇറക്കി അവർക്ക് ലഘുഭക്ഷണം നൽകി. വൈക്കോൽ ഉടനടി നീക്കി വിമാനം പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്തു. എന്തായാലും 5 മണിക്കൂറോളം വൈകി എന്നത് അത് യാത്രക്കാരെ സംബന്ധിച്ച് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. തീർച്ചയായിട്ടും ഓരോ ഇടത്തെത്തുക എന്ന ലക്ഷ്യത്തോടെ യാത്രയ്ക്കെത്തിയ വിമാന യാത്രികരെ അത് വലിയ രീതിയിൽ ബാധിച്ചു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിമാന ജീവനക്കാർ റെഗുലേറ്ററി ഫ്ലൈറ്റ് ഡ്യൂട്ടി സമയപരിധിയിൽ വരുന്നതിനാൽ ഉടൻ പുറപ്പെടാൻ കഴിഞ്ഞില്ല എന്നതാണ് എയർലൈൻ നൽകിയിരിക്കുന്ന വിശദീകരണം. വൈക്കോലിന്റെ ഉറവിടം എങ്ങനെ ഇത് ഈ വിമാനത്തിലെത്തി, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിച്ചത്, അത് ഉറവിടം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നാണ് മുംബൈ വിമാനത്താവളത്തിലെ വിമാന ജീവനക്കാർ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും വിമാനം കൈകാര്യം ചെയ്യുന്ന സേവനദാതാവിനോട് എങ്ങനെ വൈക്കോൽ ഇവിടെ എത്തി എന്ന കാര്യം അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇത് സുരക്ഷാ റെഗുലേറ്റർക്ക് കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ജൂൺ 12 അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാന അപകടം നടന്നതിനെ തുടർന്ന് നടത്തിയ പ്രധാന വിമാനത്താവളങ്ങളിലെ നിരീക്ഷണത്തിനിടെ എയർലൈനുകൾ, വിമാനത്താവളങ്ങൾ, വിമാന അറ്റകുറ്റപ്പണികൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഒന്നിലധികം നിയമലംഘനങ്ങളും ആവർത്തിച്ചുള്ള തകരാറുകളും DGCA കണ്ടെത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും എയർ ഇന്ത്യ വിമാനം അഹമ്മദാബാദിൽ പൊട്ടിത്തെറിച്ചത് നമുക്കറിയാവുന്നതാണ്. എന്താണ് കാരണം, അത് ഇനിയും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ സുരക്ഷ, അത് യാത്രക്കാരുടെ ജീവനെ സംബന്ധിച്ച് കൂടുതൽ സുരക്ഷ നൽകേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലായിരിക്കവെയാണ് ഇത്തരത്തിൽ വിമാനത്തിന്റെ ചിറകിൽ വൈക്കോൽ കുടുങ്ങുന്നു, അതുകൊണ്ട് വിമാനം തടഞ്ഞു വയ്ക്കുന്നു, അത്തരത്തിലുള്ള സംഭവങ്ങളും ഉണ്ടാകുന്നത്. അതേസമയം മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് പോകാം. അഹമ്മദാബാദ് വിമാന അപകടം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ എയർ ഇന്ത്യയുടെ ഉപകമ്പനിയായ AI സാറ്റ്സിലെ ജീവനക്കാർ പാർട്ടി സംഘടിപ്പിച്ചു. ഗുരുഗ്രാമിലെ ഓഫീസിലാണ് ഇവർ പാർട്ടി സംഘടിപ്പിച്ചത്. 4 മുതിർന്ന ജീവനക്കാരെ സംഭവത്തെ തുടർന്ന് പുറത്താക്കി. പാർട്ടി സംഘടിപ്പിക്കുക മാത്രമല്ല, ലുങ്കി ഡാൻസ് ഗാനത്തിനൊപ്പം ഇവർ ചുവടുവയ്ക്കുകയും ചെയ്തു. അതായത് ഒരു വിമാന അപകടം നടന്ന് ദിവസങ്ങൾ പോലും, 1 മാസം പോലും പിന്നിട്ടില്ല. അതിനിടയിൽ ജീവനക്കാർ ഇത്തരത്തിലൊരു ആഘോഷം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെ ഗൗരവകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ 4 പേരെ ഇപ്പോൾ ജീവനക്കാരെ പുറത്താക്കിയിരിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് വീഡിയോ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. അഹമ്മദാബാദ് അപകടത്തിൽ മരിച്ചവരുള്ള ആദരസൂചകമായി എയർ ഇന്ത്യയും ടാറ്റ ഗ്രൂപ്പും സമൂഹ മാധ്യമങ്ങളടക്കം കറുപ്പ് നിറം അണിഞ്ഞിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു പാർട്ടി സംഘടിപ്പിച്ച് ആഘോഷിച്ചത്. ഗ്രൗണ്ട് കാർഗോ ഹാൻഡ്ലിംഗ് കമ്പനിയായ AI സാറ്റ്സിൽ ടാറ്റയ്ക്കും സാറ്റ്സ് ലിമിറ്റഡ് കമ്പനിക്കും 50% വീതം ഓഹരിയുണ്ട്. പാർട്ടി നടന്ന സംഭവത്തിൽ AI സാറ്റ്സ് ഖേദം പ്രകടിപ്പിച്ചു. പിന്നീട് എന്തായാലും ഇത്തരത്തിലൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുകയാണ്. അതേസമയം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലെ അന്വേഷണം എത്രയും വേഗം തുടങ്ങേണ്ടതുണ്ടായിരുന്നുവെങ്കിലും 2 ആഴ്ച കഴിഞ്ഞു, നടപടികൾ വേഗത്തിലാകുന്നില്ല എന്ന ഒരു ആക്ഷേപം ശക്തമാകുന്നുണ്ട്. എന്തുകൊണ്ട് അന്വേഷണം ഇത്തരത്തിൽ ഇഴഞ്ഞു നീങ്ങുന്നു? എന്താണ് തടസ്സം? ഈ അന്വേഷണം തുടങ്ങാൻ തടസ്സമായി നിൽക്കുന്നത് ഔദ്യോഗിക നടപടികളുടെയും ചട്ടങ്ങളുടെയും അവ്യക്തതകളാണ്. അതിപ്പോഴും അവ്യക്തതകൾ തുടരുന്നുണ്ട് ഈ കാര്യത്തിൽ എന്ന ഒരു കാര്യത്തിലാണ് ഇങ്ങനെ ഇത് വൈകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്വേഷണ സംഘത്തിന്റെ മേധാവി ആരെന്നതിലും ഇപ്പോഴും അനിശ്ചിതത്വമുണ്ട്. സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന് കീഴിലുള്ള എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ഡയറക്ടർ ജനറലിനാണ് മേധാവിയാകാനുള്ള അധികാരം. പക്ഷേ DGയെ നിയമിച്ചുള്ള ഉത്തരവ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതേസമയം നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. ആകാശമധ്യത്തിൽ വെച്ച് എഞ്ചിന് തീ പിടിച്ചതിനെ തുടർന്ന് അമേരിക്കൻ എയർലൈൻസ് വിമാനം ലാസ് വേഗസിൽ അടിയന്തരമായി തിരിച്ചിറക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ലാസ് വേഗസിലെ ഹാരി റെയ്ഡ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും നോർത്ത് കരോലിനയിലെ ഷാർലറ്റ് ഡഗ്ലസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്ന എയർബസ് A321 വിമാനമാണ് അടിയന്തരമായി തിരിച്ചിറക്കിയത്. വിമാനം പറന്നുയർന്ന ഏതാനും നിമിഷങ്ങൾക്കുള്ളിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ബുധനാഴ്ച രാവിലെ പ്രാദേശിക സമയം 8:20ഓടെയാണ് വിമാനം ഇത്തരത്തിൽ തിരിച്ചിറക്കുന്ന സാഹചര്യം ഉണ്ടായത്. 153 യാത്രക്കാരും 6 ജീവനക്കാരും വിമാനത്തിലുണ്ടായിരുന്നു. സംഭവത്തിൽ ആർക്കും അപകടം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സാങ്കേതിക തകരാറാണ് എഞ്ചിന് തീപിടിക്കാനുള്ള കാരണമെന്നായിരുന്നു എയർലൈൻസ് നൽകിയ വിശദീകരണം. പൈലറ്റുമാരും ജീവനക്കാരും
അവസരോചിതമായി ഇടപെട്ടതോടെ വലിയ ദുരന്തം ഒഴിവായിപ്പോയി. വിമാനം അറ്റകുറ്റപ്പണിക്കായി മാറ്റുകയും ചെയ്തു. ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റിയും അമേരിക്കൻ എയർലൈൻസ് മെയിൻ്റനൻസ് സംഘവും സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം അഹമ്മദാബാദ് വിമാന അപകടവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചില വാർത്തകൾ കൂടി നമുക്ക് നോക്കാം. ഈ അഹമ്മദാബാദിൽ തകർന്നു വീണ എയർ ഇന്ത്യ വിമാനത്തിന്റെ മുൻവശത്തെ ബ്ലാക്ക് ബോക്സിലെ നിർണായക ഫ്ലൈറ്റ് ഡേറ്റ വീണ്ടെടുത്തുവെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രാഷ് പ്രൊട്ടക്ഷൻ മൊഡ്യൂളും സുരക്ഷിതമായി വീണ്ടെടുക്കുന്ന സാഹചര്യമുണ്ടായി. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ലാബിൽ വെച്ച് ഡേറ്റ ഡൗൺലോഡ് ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. കോക്പിറ്റ് വോയിസ് റെക്കോർഡുകളിലെയും ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡുകളിലെയും വിവരങ്ങളുടെ വിശകലനം നടക്കുന്നുണ്ട്. അപകടത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ ക്രമത്തിൽ പുനർനിർമ്മിക്കുന്നതിനും വ്യോമയാന സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഭാവിയിൽ സമാന സംഭവങ്ങൾ തടയുന്നതിനും വിശകലനത്തിലൂടെ സാധിക്കും. കോക്പിറ്റ് വോയിസ് റെക്കോർഡറുകളും ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറുകളും നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഒന്ന് അപകട സ്ഥലത്തെ കെട്ടിടത്തിന്റെ ടെറസിൽ നിന്നും മറ്റൊന്ന് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നുമാണ് കിട്ടിയത്. ഈ ഉപകരണങ്ങൾ അഹമ്മദാബാദിൽ പോലീസ് സുരക്ഷയിലാണ് സൂക്ഷിച്ചിരുന്നത്. ജൂൺ 24-ന് ബ്ലാക്ക് ബോക്സുകൾ പൂർണ്ണ സുരക്ഷയോടെ വ്യോമസേനയുടെ വിമാനത്തിൽ അഹമ്മദാബാദിൽ നിന്നും ഡൽഹിയിൽ എത്തിച്ചിരുന്നു. അപകടം അന്വേഷിക്കാൻ AAIB ഇതുവരെ ഒരു പ്രധാന അന്വേഷകനെ നിയമിച്ചിരുന്നില്ല. ഈ കാലതാമസം സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട അന്വേഷണ പ്രക്രിയയുടെ കാര്യക്ഷമതയെ ബാധിക്കും എന്നതടക്കമുള്ള വിമർശനവും ശക്തമായിരുന്നു. അതേസമയം ഈ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് വിദേശത്തേക്ക് അയക്കില്ലെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ബ്ലാക്ക് ബോക്സുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നതെല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണ് എന്നും കേന്ദ്രമന്ത്രി വിമർശിക്കുകയും ചെയ്തു. ബ്ലാക്ക് ബോക്സ് ഇന്ത്യയിൽ തന്നെയുണ്ട്. നിലവിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ബ്ലാക്ക് ബോക്സ് വിദേശത്തേക്ക് അയച്ചു പരിശോധന നടത്തിയേക്കുമെന്ന തരത്തിലുള്ള ചില പ്രചാരണങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ അത്തരം പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന ഒരു വിശദീകരണമാണ് കേന്ദ്ര വ്യോമയാന മന്ത്രി നൽകിയിരിക്കുന്നത്. അത്തരം വാർത്തകളെ വ്യോമയാന മന്ത്രി തള്ളി. വാഷിംഗ്ടണിലെ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡിലേക്ക് ബ്ലാക്ക് ബോക്സ് അയച്ചേക്കുമെന്നായിരുന്നു വിവരം. ബ്ലാക്ക് ബോക്സ് US-ലേക്ക് അയച്ചാൽ എല്ലാ പ്രോട്ടോക്കോളുകളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘവും അങ്ങോട്ടേക്ക് പോകുമെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു. അപകടത്തെ പറ്റിയുള്ള നിർണായക വിവരങ്ങൾ ബ്ലാക്ക് ബോക്സിൽ നിന്നാണ് കിട്ടുന്നത്. ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ, കോക്പിറ്റ് വോയിസ് റെക്കോർഡർ എന്നീ ഭാഗങ്ങൾ അടങ്ങിയതാണ് ബ്ലാക്ക് ബോക്സ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.